ഹലോ, നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, വറി ഫ്രീ റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിന്റെ ചിന്താവിഷയം എന്തുകൊണ്ട് ഇന്ന് കൂടുതൽ ആളുകൾ ഫിനാൻഷ്യൽ ട്രാപ്പിൽ വീഴുന്നു എന്നുള്ളതാണ്. വൈ പീപ്പിൾ ഫെൽ ഇൻ ഫിനാൻഷ്യൽ ട്രാപ്പ്. ഇന്ന് നമ്മൾ പത്രം എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ന്യൂസ് കേട്ട് കഴിഞ്ഞാൽ ഒക്കെ കേൾക്കുന്ന വാർത്തകൾ പല ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും അല്ലെങ്കിൽ പല ഫിനാൻഷ്യൽ മേഖലകളിലും കൊണ്ടുപോയി എമൗണ്ട് ഡിപ്പോസിറ്റ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് നഷ്ടപ്പെട്ട വിവരങ്ങളാണ്. പല രീതിയിലുള്ള, ഞാൻ പ്രത്യേകിച്ച് പേരെടുത്തൊന്നും പറയുന്നില്ല. ഇപ്പം നമ്മൾ പേപ്പറിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് അതാണ്. അത് ചെറിയ തുകയൊന്നുമല്ല. 10 ലക്ഷവും 50 ലക്ഷവും കോടികൾ വരെ, 3 കോടി വരെ ലാസ്റ്റ് വന്ന വാർത്തയിൽ വായിച്ചു. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കും? പ്രത്യേകിച്ചും ഇത്രയും വിദ്യാഭ്യാസ സമ്പന്നരായ മലയാളികളുടെ ഇടയിലാണ് ഇതെല്ലാം നടക്കുന്നത് എന്നുള്ളത് വളരെ ഖേദകരമായ കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫിനാൻഷ്യൽ ട്രാപ്പിൽ ആളുകൾ കൂടുതലും ചെന്ന് പെട്ടുപോകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇന്ന് ആളുകൾ കൂടുതലും ചിന്തിക്കുന്നത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചാണ്. അതായത് നമ്മൾ പൈസ ഇട്ടാൽ എന്ത് എനിക്ക് കൂടുതൽ ഇങ്ങോട്ട് കിട്ടും, പ്രോഫിറ്റ് അല്ലെങ്കിൽ അതിൽ ഇരട്ടി കിട്ടുക, ഇങ്ങനെയുള്ള ചിന്തകളാണ് ആളുകളിൽ ലഭിക്കുന്നത്. ആളുകൾ ഇങ്ങനെ ചിന്തിക്കാൻ തന്നെ കാരണം പണത്തിനോടുള്ള അമിതമായ ആവേശം അല്ലെങ്കിൽ എല്ലാം പണമാണ് വലുത് എന്നുള്ള ചിന്ത കൊണ്ടായിരിക്കും. പക്ഷേ നമ്മളൊന്ന് ചിന്തിക്കുക, നമ്മൾ എവിടെയായാലും കൊടുക്കുന്നതേ കിട്ടൂ എന്നൊരു ചൊല്ലുണ്ട്. അതിൽ എന്തെങ്കിലുമൊക്കെ കൂടുതൽ കിട്ടിയേക്കാം, പക്ഷേ എപ്പോഴും ഇരട്ടിപ്പിച്ച് തരാം, ഒറ്റ വർഷം കൊണ്ട് ഇരട്ടിപ്പിച്ച് തരാം, 10 വർഷം കൊണ്ട് 10 ഇരട്ടി തരാം എന്നൊക്കെ പറയുന്നത് വെറും തട്ടിപ്പാണെന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് എല്ലാവർക്കും ഉണ്ടാവണം. കാരണം ഒരിടത്തും ഒരു കാര്യത്തിൽ, ഈ പ്രകൃതിയിൽ ഒരു കാര്യത്തിലും അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല. പിന്നെ നമ്മൾ എന്തുകൊണ്ട് കൂടുതൽ ആളുകളും റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിനെ മാത്രം ബേസ് ചെയ്താണ്, ഫോക്കസ് ചെയ്താണ് മുന്നോട്ട് ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകളെല്ലാം ചെയ്യുന്നത്? അതുകൊണ്ടാണ് കൂടുതൽ ആവേശകരമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് ശരിയോ തെറ്റോ എന്ന് ചിന്തിക്കാതെ അതിനകത്തേക്ക് ചെന്ന് വീണു കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചാണ്. അതിനെ ആരും ശ്രദ്ധിക്കാറേ ഇല്ല. എല്ലാവർക്കും എന്ത് കൂടുതൽ കിട്ടും എന്ന് മാത്രമാണ് ചിന്തിക്കുന്നത്. പക്ഷേ നമ്മൾ ഇട്ട പൈസ തിരിച്ചു കിട്ടുമോ എന്ന് ആരും അന്വേഷിക്കാറില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആരും ബോദർ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് കൂടുതൽ ഇത്തരം ട്രാപ്പുകളിൽ ചെന്ന് വീഴുന്നത്. ഒരു ഇൻഷുറൻസ് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇൻഷുറൻസ് സ്കീമിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മെയിനായിട്ട് അതിൻ്റെ റിസ്ക് കവറേജിന് വേണ്ടിയിട്ടാണ്. പക്ഷേ നമ്മൾ ഇടുന്ന എമൗണ്ട് ഒരിക്കലും നമുക്ക് നഷ്ടമാവാറില്ല. പ്രത്യേകിച്ചും സെൻട്രൽ ഗവൺമെൻറ് ഗ്യാരണ്ടിയുള്ള ലൈഫ് ഇൻഷുറൻസ് പോലെയുള്ള സ്കീമുകളിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് റിസ്ക് കവറേജും ഉണ്ട്, റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് തീർച്ചയായിട്ടും ഗ്യാരണ്ടീഡായിട്ട് നമുക്ക് കിട്ടും. അതിനപ്പുറം ഈ പറഞ്ഞ പോലെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റും നമുക്ക് ലഭിക്കുന്നുണ്ട്, പല രീതിയിലുള്ളത്. ഇപ്പം അവിടെ ആണെങ്കിൽ ഓരോ വർഷത്തെ പ്രോഫിറ്റ് തന്നെ കസ്റ്റമേഴ്സിന് വീതിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്, പിന്നെ ഗ്യാരണ്ടീഡായ ബോണസ് റേറ്റുകളുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റും അവിടെ ഗ്യാരണ്ടിയാണ്, റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റും നമുക്ക് കിട്ടും, കൂടാതെ റിസ്ക് കവറേജും കിട്ടും. ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ അതിനുള്ള ഒരു പ്രതിവിധി എന്ന രീതിയിൽ നമ്മുടെ കുടുംബത്തിന് ഒരു തുക കിട്ടും. ഇനി നമ്മളൊരു ഡിസേബിൾമെൻറ്റിലേക്ക് പോവുകയാണെങ്കിൽ നമ്മളുടെ ട്രീറ്റ്മെൻറ്റിനോ അത്യാവശ്യ ചിലവുകൾക്കുള്ള എമൗണ്ട് അതും നമുക്ക് കിട്ടും. അങ്ങനെ നമുക്ക് ഒരുപാട് ബെനിഫിറ്റോടുകൂടി ഒരു ഇൻഷുറൻസ് സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഈ പറഞ്ഞ പോലെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റും റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റും നമുക്ക് നേടാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് കുറച്ചെങ്കിലും നല്ല രീതിയിൽ ചിന്തിക്കാനുള്ള ഒരു കാര്യം ഇവിടെ കിട്ടിക്കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ നിങ്ങളുടെ സമ്പത്തും സുരക്ഷിതമായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ, ബൈ ബൈ.